അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥിയാകും. ദേശീയ തിരഞ്ഞെടുപ്പ് സമിതി ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ശ്രീധരൻ പിള്ളയോ സുരേന്ദ്രനോ എന്ന ആശങ്കയുണ്ടായിരുന്നു. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് പ്രവർത്തകർ ആദ്യം മുതലേ ആവശ്യപ്പെട്ടിരുന്നു. സുരേന്ദ്രന് അഭിവാദ്യം അർപ്പിച്ച് മണ്ഡലത്തിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എൻ.എസ്.എസിന്റെ പിന്തുണയുള്ള ശ്രീധരൻ പിള്ള സീറ്റിനായി ഏറെ ചരടുവലി നടത്തിയിരുന്നു. അതിനു പുറമെ പി.ജെ. കുര്യനെയോ പ്രയാർ ഗോപാലകൃഷ്ണനെയോ മത്സരിപ്പിക്കാനും ആലോചിച്ചിരുന്നു. എന്നാൽ ഇരുവരും മത്സരിക്കാനില്ലെന്ന് ഇന്ന് പ്രഖ്യാപിച്ചു. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം വൈകിയതിൽ ആശങ്കയുണ്ടായിരുന്നു. ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടും പത്തനംതിട്ട ഒഴിച്ചിടുകയായിരുന്നു. സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടെങ്കിലും RSS ഇടപെട്ട് കുമ്മനത്തെ നിർത്തുകയായിരുന്നു. ഒടുവിൽ എല്ലാ ആശങ്കകൾക്കും വിരാമമിട്ട് സുരേന്ദ്രന് തന്നെ സീറ്റ് നൽകുകയാണ്. കഴിഞ്ഞ തവണ MD രമേശ് പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോൾ നല്ല വോട്ട് നേടാനായിരുന്നു. ശബരിമല സമരത്തിലൂടെ പത്തനംതിട്ട മണ്ഡലത്തിൽ നല്ല പ്രതിച്ഛായ നേടിയ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് കൂടുതൽ വോട്ടുകൾ നേടാൻ സഹായിക്കുമെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്തോറും മറ്റു മണ്ഡലങ്ങളിലെ ജയസാധ്യതയെ ബാധിക്കുമെന്ന് നേതൃത്വവും വിലയിരുത്തിയിരുന്നു. തുടർന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി RSSന്റെയും പ്രവർത്തകരുടെയും വികാരം കണക്കിലെടുത്ത് സുരേന്ദ്രനെ കളത്തിലിറക്കാൻ തീരുമാനിച്ചു. അതേസമയം തുടക്കം മുതൽ പത്തനംതിട്ടയിൽ സുരേന്ദ്രനെ മാത്രമാണ് പരിഗണിച്ചിരുന്നതെന്ന് ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ തവണ സംസ്ഥാന പ്രസിഡന്റാകാൻ സുരേന്ദ്രന് ഭാഗ്യം ലഭിച്ചതാണ്. അമിത്ഷാ അക്കാര്യം തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ RSSന്റെ എതിർപ്പും N.S.S-ന് ശ്രീധരൻ പിള്ളയോടുള്ള ബന്ധവും അത് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അതേ ശ്രീധരൻ പിള്ളയെ തട്ടിത്തെറിപ്പിച്ചാണ് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുന്നത്. N.S.S-നും KPMS-നും വോട്ടുള്ള പത്തനംതിട്ടയിൽ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നത് അഭികാമ്യമല്ലെന്ന് ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിർദ്ദേശപ്രകാരമാണ് സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നും ആരോപണമുയർന്നു. അതോടെ ഇടഞ്ഞ N.S.S നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാവ് രാധാകൃഷ്ണ മേനോനെ ചുമതലപ്പെടുത്തുകയായിരുന്നു ബി.ജെ.പി. എന്നാൽ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു. അതിനു മുന്നിൽ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ളയും സംഘവും പത്തിമടക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.